പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പമ്പ പെരിയാറും ഭാരതപ്പുഴയും കഴിഞ്ഞാൽ കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ്. പമ്പാ നദിയുടെ ഉത്ഭവം സമുദ്രനിരപ്പിൽ നിന്നും 1650 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീരുമേടിലെ പുളച്ചിമലയിലാണ്. പിന്നീടത് 176 കിലോമീറ്റർ ഒഴുകി അവസാനം വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. നീലക്കൊടുവേലി മുതലായ ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ കാട്ടിലൂടെ ഒഴുകി വരുന്ന പമ്പ സർവ്വരോഗസംഹാരി കൂടിയാണ്. എരിമേൽ മുതൽ പമ്പ വരെയുള്ള പരമ്പരാഗത കാനന പാതയിലൂടെയുള്ള എത്ര കടുത്ത ക്ഷീണവും നിമിഷങ്ങൾക്കകം പമ്പാ സ്നാനത്തിലൂടെ മാറ്റിയെടുക്കാം. ലോകപ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയ്ക്ക് താഴെയായി പമ്പാ നദി ഒഴുകുന്നു. ശബരിമലയുമായുള്ള ബന്ധം കാരണം പമ്പാ നദി ദക്ഷിണ ഗംഗ എന്നും അറിയപ്പെടുന്നു. ശബരിമലയിലേക്കുള്ള യാത്രയിൽ തീർത്ഥാടകരുടെ പ്രധാന വിശ്രമ കേന്ദ്രം കൂടിയാണ് പമ്പാ തീരം. ശബരിമല സന്ദർശിക്കുന്ന തീർത്ഥാടകർ ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ നദിയിൽ മുങ്ങിക്കുളിക്കുന്നു. കാരണം ഇത് തങ്ങളെ ശേഖരിച്ച പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. പമ്പയിലെ പുണ്യസ്നാനം കഴിഞ്ഞ് ഭക്തർ പമ്പാ ത്രിവേണിയിൽ പിതൃബലിയിടും. മറവപ്പടയുമായുണ്ടായ യുദ്ധത്തിൽ മരിച്ച സേനാംഗങ്ങൾക്ക് അയ്യപ്പന് ത്രിവേണിയിലെ ബലിയിടുന്നുവെന്നാണ് ഐതിഹ്യം. അതുപോലെ ശബരിക്ക് മോക്ഷം കൊടുത്തതിനു ശേഷം രാമലക്ഷ്മണന്മാരും ദശരഥനും ശബരിക്കും വേണ്ടി പമ്പാതീരത്ത് ബലിതർപ്പണം നടത്തിയെന്നും ഐതിഹ്യമുണ്ട്.